ഇനി എടുത്ത് അടിപൊളി. അപ്പം നമുക്ക് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മത്തി ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട്, പാൻ കത്തിക്കത്തില്ലേ, എന്നിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് സോർട്ടായി കഴിയുമ്പോഴത്തേക്കിനും ഇനി നമുക്ക് നമ്മുടെ അടുപ്പൊന്ന് കത്തിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇളക്കി വെച്ച് ഈ സാധനം കൂടി എടുത്ത് വെക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്നും സോർട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരും, ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ഒരു 3-4 കുഞ്ഞുള്ളി ചതച്ചത്, പിന്നെ ഒരു ഉണ്ട പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര്, പിന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും മൂക്കും. എന്നിട്ട് അടുത്ത സൈഡും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ മത്തിക്കുട്ടന്മാരെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കഴിയുമ്പം നമ്മുടെ മത്തി ഫ്രൈ റെഡി. നമ്മളിന്ന് ഉണ്ടാക്കിയത് ട്രെൻഡിങ് മത്തി ഫ്രൈ ആണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കുറച്ച് മീൻചാറ്, ഇത് കേരച്ചൂര വെച്ചാൽ കേട്ടോ, കേരച്ചൂരയുടെ മീൻചാറാണ്. വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണവും കൂടെ ഇടാം. ഇനി ഇന്നത്തെ നമ്മുടെ താരം ട്രെൻഡിങ് മത്തി ഫ്രൈ ഇത് ഇങ്ങോട്ട് എടുത്ത് അതിൻ്റെ കുറച്ച് പൊടിയും കൂടി ഇങ്ങോട്ട് വെച്ച് ഇങ്ങനെ ചോറ് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ കുഴച്ച് കുറച്ച് പൊടി ഇങ്ങോട്ടിട്ട് ഒരു പീസ് മത്തി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ച് മീൻചാറ് ഒഴിച്ചിട്ട് ആ മത്തിയുടെ രുചിയുണ്ടല്ലോ, അടിപൊളി. ഇനി എടുത്ത് അടിപൊളി.